ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ കൃപയുടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില വചനഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കുകയാണ്. വചനം കൂടുതൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. യെശയ്യാ 66 വചനം പറഞ്ഞു, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ എളിമയോടെ അനുതാപത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. ലൂക്കാ 2:19, 2:51 പരിശുദ്ധ അമ്മയെ പോലെ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഫലം പുറപ്പെടുവിക്കുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനത്തിലേക്കാണ് ഈശോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ പോകുക. അപ്പോസ്തല പ്രവർത്തനത്തിൽ 20-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വചനം ധ്യാനിക്കുകയാണ്. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളിടയിൽ ഞാൻ സഞ്ചരിച്ചു, എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങൾ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെ ഉപദേശിക്കുന്നതിൽ ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനെ അവിടുത്തെ കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. എൻ്റെയും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോസ്തല പ്രവർത്തനം 20:35 പറയും, ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവ് യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അച്ഛൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. അതായത് 2 കൊരിന്ത്യർ 2:17 പറയും, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന ആൾക്കാർ. മായം ചേർത്ത് കച്ചവടമാക്കി, നല്ല കച്ചവട വസ്തുവാക്കി മാറ്റും. ദൈവവചനം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നിടത്തും പലയിടത്തും നമുക്ക് സംഭവിക്കാൻ പ്രശ്നം കച്ചവടം. അപ്പോൾ അവരുടെ കൂടേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വചനത്തിന് അവരുടേതായൊരു വ്യാഖ്യാനം കൊടുക്കും. പൗലോസ്ലീഹയുടെ ഒരു പരിശുദ്ധാത്മാവിലുള്ള വെളിപാടിലുള്ളതാണ്. അത് പൈശാചിക അരൂപികളാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ വചനം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരെ കൺട്രോൾ ചെയ്യുന്നത് പലപ്പോഴും ദുഷ്ട അരൂപികളാണ്. അപ്പോസ്തല പ്രവർത്തനം 20:29 എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളിടയിൽ തന്നെ ഉണ്ടാകും. നിങ്ങളിടയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഇപ്പം ചിലപ്പോൾ സഭയിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വരുമ്പോൾ സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ദൈവവചനം മായം ചേർത്ത് കച്ചവടം നടന്നു. ഒരു കച്ചവട വസ്തുവായിട്ട് ദൈവവചനത്തെയും ധനസമ്പാദനത്തിനുള്ള പേരിനും പെരുമയ്ക്കുള്ളൊരു മാർഗമായിട്ട് ഈശോ മിശിഹായെയും അല്ലെ സുവിശേഷത്തെയും വചനത്തെയും കാണുന്നത് കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ മധ്യത്തിലേക്ക് വരുമെന്നുള്ളത് വലിയൊരു പ്രവചനവചനമുണ്ട്. അതൊരിക്കലും മറക്കരുത്. അതാണ് 1 തെസ്സലോനിക്ക 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമ ബോധ്യത്തോടും അത്രേ. അപ്പോൾ പൗലോസ്ലീഹ വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനാലാണ് നൽകുന്നത്, അല്ലാതെ ലോകാരൂപിയല്ല അതിൽ പ്രവർത്തിച്ചത്, ദൈവാരൂപിയുടെ പ്രവർത്തനം മാത്രമാണ്. അപ്പോൾ അവർ പറയുന്ന വാക്കുകളും പ്രവർത്തികളെല്ലാം ആത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടും അത്രേ.
വീണ്ടും പറഞ്ഞ 1 തെസ്സലോനിക്യർ 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വചനം വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. അതാണ് വെള്ളം ചേർക്ക് എല്ലാവരും. ആണ് ഈ വചനത്തിന് പവറില്ലാത്ത പലർക്കും അതിനെ അനുഭവിക്കാൻ ഇതിനകത്ത് വെള്ളം ചേർക്ക് അവരുടെ വ്യാഖ്യാനം അവരുടെ രീതിയിലെടുക്കും. അത് പരിശുദ്ധാത്മാവിലല്ല അവരെ ശുശ്രൂഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് പറ്റുന്ന പ്രശ്നം അത് അപകടമാണ്. അപ്പോൾ വ്യാജ പ്രവാചകന്മാർ ധാരാളം ഇനി സഭയിലേക്ക്. അപ്പോൾ ഈ വചനം കൊണ്ട് അവർ ചില ഉപജീവന മാർഗത്തിൻ്റെ മാർഗ്ഗം പെരുമ കുറച്ച് ഉപജീവന മാർഗ്ഗം അത് ദുഷ്ടാരൂപിയുടെ ഒരു പ്രവർത്തനം സഭയിലുണ്ടാകും. അത് ദൈവവചനം വളച്ചൊടിക്കുക, വെള്ളം ചേർക്കുക. അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ സഹനമൊന്നും എടുക്കില്ല. അവർ സഹനത്തോടും താല്പര്യമൊന്നുമില്ല. കുരിശിൻ്റെ വടികളൊക്കെ ഒരു കുരിശിൻ്റെ ശത്രുക്കളായിരിക്കും. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെ പറയുന്നത് അവർ കുരിശിൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കും. കർത്താവിൻ്റെ കുരിശിനെ ഒന്നും അവർ എടുക്കില്ല. സഹനത്തെ അവർ കാണും. അവരിപ്പോൾ പ്രോസ്പെരിറ്റി ഗോസ്പലായിരിക്കും. പണം തരാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ അവർ കർത്താവിൻ്റെ പിടാസഹനത്തിൻ്റെ വഴികളെ അവരൊരിക്കലും അവരെടുക്കില്ല. അവർ പിടാസഹനത്തെ എങ്ങനെ അവരുടെ അനുദിന ജീവിതത്തിൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലുള്ളൊരു വചന വ്യാഖ്യാനം ഒരു ദൈവജനത്തിന് സഭയ്ക്കുള്ളൂ. അത് സൂക്ഷിച്ചോണം. അത് ഒറിജിനൽ ഇടയന്മാരല്ലത്, അത് കപടന്മാരാണ് എന്നുള്ള കാര്യം തിരിച്ചറിയണം. അതുകൊണ്ട് ശരിക്കും നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സഹനങ്ങളുടെ വഴിയുണ്ട്. 1 പത്രോസ് 4:1 അവിടെ പത്രോസ്ലീഹ പറയുന്നുണ്ട്, ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അതിനാണ് ഹെബ്രായ ലേഖനം 12:1-2 വചനമുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മയിലെട്ടുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കാ നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയ സ്ഥിരോത്സാഹത്തിൽ ഓടിത്തീർക്കാം. നമ്മുടെ രക്ഷകൻ നാഥനും ഈശോമിശിഹായി മുന്നിക്കുന്നുണ്ട്. നമുക്ക് പോകണം. അതാണ് 1 കൊരിന്ത്യർ 1:18 പറയും, നാശത്തിലൂടെ ചരിക്കുന്ന ഒരു കുരിശിൻ്റെ വചനം, സഹനത്തിൻ്റെ വചനം പോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. അപ്പോൾ ആ ഒരു സഹനത്തെ കൃപയായിട്ട് കാണുമ്പോൾ അതാണ് നെഗറ്റീവ് അല്ലത്. ഈശോ തൻ്റെ പിടാസനങ്ങളിൽ ആ സഹനത്തെ ഒരു നെഗറ്റീവായിട്ടല്ല, വലിയൊരു പദ്ധതിക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ സഹനത്തെ മഹത്വത്തിൻ്റെ അടയാളമായിട്ടാണ് കാണേണ്ടത്. കുരിശിനെ മഹത്വത്തിൻ്റെ അടയാളം. ചിലപ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ മാറി വെറും ലാഭം കൊടുക്കുക. അപ്പോൾ ധനസമ്പാദനത്തിന് അവർ അത്ര ശുശ്രൂഷകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് റിച്ചാകുന്ന കാണാൻ പറ്റും. ഒരു പണവും സമ്പാദ്യം എല്ലാത്തിനും ഒരു കൂടുന്ന കാണാൻ പറ്റും. അതത്ര സുവിശേഷ മേഖലകൾ സഭയുടെ പരിശുദ്ധ കർത്താവിൻ്റെ ദൈവവചനത്തിന് വിരുദ്ധമാണത്. സൂക്ഷിച്ചോണത്. അത്രയും അപകടഗണികളിൽ പോയി വീഴുന്ന ആളുകളുണ്ട്. അവർ മാനസാന്തരപ്പെട്ടോണം. അവർ ഇത്രയും മാനസാന്തരത്തിന് വലിയ വിലയൊന്നും കൊടുക്കില്ല. അവർ ഈ വിശുദ്ധ ജീവിതത്തിന് വിലയൊന്നും കൊടുക്കില്ല. നിത്യജീവിതത്തിന് വില. അവർക്ക് ഇന്നത്തെ സുഖം അവർ ഇന്ന് യേശു വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ നിൻ്റെ കടബാധ്യത മാറും, അത് മാറും. ഇത് മോർ സമ്പന്നതയെക്കുറിച്ച് മാത്രം. ഓക്കെ, ദൈവം അടയാളങ്ങൾ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാറുണ്ട്. പകരം 2 പ്രാവശ്യം ഈശോ 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിക്കുന്ന സംഭവം കാണി. പക്ഷെ 3-ാമതും ഈശോ ചെയ്യുന്നത് കാരണം എപ്പോഴും അതിനുവേണ്ടി അല്ല ഈ വരം ഉപയോഗിക്കുന്നത്. ആളുകളുടെ ഭൗതിക സുഖത്തിനു വേണ്ടി അല്ല ആ ഒരു കൃപയെ ഈശോ ഉപയോഗിക്കുന്നത്. അത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഭൗതിക സുഖത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ പിന്നെ ഈശോയുടെ ഈ 3.5 വർഷത്തെ ശുശ്രൂഷ അല്ലായിരുന്നു വേണ്ടത്. കുറേയും കൂടെ നാളുകളെ ശുശ്രൂഷ ചെയ്യണമായിരുന്നു. ഈശോ കുറച്ച് രോഗികളെ മാത്രമല്ല സുഖപ്പെടുത്തേണ്ടിരുന്നു. ഇറങ്ങി എല്ലാവരുടെയും രോഗങ്ങളും എല്ലാവരുടെയും പ്രശ്നങ്ങളും എല്ലായിടത്തും ചെന്നിട്ട് തീർത്തണം. അത് ചെയ്യുന്നില്ല ഈശോ. ഈശോ ഒഴിഞ്ഞു മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു ദൈവിക പദ്ധതിയുണ്ട്. ഈശോ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടയാളങ്ങളായിട്ടാണ്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന നിത്യതയുടെ ആനന്ദം, നിത്യതയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവമാണ്. അത് മരണാനന്തരം ഉണ്ടാകുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു പ്രവർത്തനത്തിലുള്ള ഈശോ നമുക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹനത്തെയൊക്കെ എപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു സംഭവം അത് ദൈവികമല്ല, ഒരിക്കലും ദൈവികമല്ല. വീണ്ടും വചനം വരിക 1 തെസ്സലോനിക്യർ 2-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വചനം. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. സുവിശേഷം പരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. അതുകൊണ്ട് ഇതൊരിക്കലും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ, സുവിശേഷ പ്രഘോഷണത്തിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അത്യാഗ്രഹത്തിൻ്റെ പുറങ്കുപായം ധരിച്ചിട്ടുമില്ല. അത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുക, അത്യാഗ്രഹം, അതിൻ്റെ ഒന്നും പുറങ്കുപ്പായം ധരിച്ചിട്ടില്ല. അതിന് ദൈവം തന്നെ സാക്ഷി.
ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാൻ വന്നിട്ട് ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ സൗമ്യമായി പെരുമാറി. നിങ്ങളോടുള്ള അതീവ താല്പര്യ നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങൾ ജീവനെ തന്നെയും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ ഭാജനങ്ങളായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പൗലോസിലേക്ക് സഹനങ്ങളുടെ വഴിയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വമായിട്ടാണ്, അത് സന്തോഷം, ഈശോയ്ക്ക് വേണ്ടി സഹിക്കുക. കാരണം അപ്പോൾ അവർ വെറും ഒരു ലോകത്തിൻ്റെ നേട്ടമല്ലേ, ഈശോയെ നേടുന്നവൻ നിത്യജീവിതമാണ് നേടുന്നത്. അന്ന് ഈശോ നൽകുന്ന വാഗ്ദാനം അതാണല്ലോ. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ അവൻ നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. അപ്പോൾ നിത്യജീവനെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്, നിത്യരക്ഷയാണ്. 2 കൊരിന്ത്യർ 5:1 പറയുന്ന പോലെ ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ അത് ഞങ്ങൾ ഇവിടെ നിലവേർപ്പെടുകയും സ്വർഗീയ വസതി പ്രാപിക്കുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയുമാണ്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം പറയും, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. അപ്പോൾ അതാണത്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഫിലിപ്പി 4:4 സഹനങ്ങൾ നടുവിലൂടെ പോകുന്ന സഭയോട് പൗലോസ് പറയും, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കും. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ അപ്പോൾ ചില സഹനത്തിൽ കിടന്ന് നിങ്ങൾ എന്തിനാണ് ഈ സന്തോഷം? അപ്പോൾ ഈ സഹനം നിങ്ങളെ മഹത്വത്തിൽ സ്വർഗത്തിൽ ഏറ്റവും യോഗ്യതയുള്ളവരാക്കി മാറ്റുകയാണ്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ പോകാനുള്ളവരാണ്, ഇവിടെ കിടക്കാനുള്ളവരല്ല. ഇവിടെ ആരും നമ്മളാരും ഇവിടെ കിടക്കാനുള്ളവരല്ല. ഇവിടെ ആരും നമ്മൾ ആർക്കും ഒത്തിരി നാളൊന്നും ഇവിടെ, കുറച്ച് നാളുകൾ മാത്രമേ നമ്മളിവിടെ. ഒരു ടെമ്പററി ഷെഡാണിത്, ടെമ്പററി ലൈഫാണ്, അല്ലാതെ പെർമനൻ്റ് റെസിഡൻസ് അല്ലത്. PR കിട്ടിയാലും നമ്മൾ പെർമനൻ്റ് ആകാൻ പോകുന്നില്ല, കുറച്ച് നാളത്തെ ഒരു പെർമനൻസി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ PR ഉൾപ്പെടെ ഇവിടെ ആ ഒരു സിറ്റിസൺഷിപ്പിൻ്റെ പാസ്പോർട്ടും കൂടി ഇവിടെ ഇട്ടിച്ച് നമ്മൾ അടുത്ത ലോകത്തിലേക്ക് പോകേണ്ടവരാണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ബൈബിൾ. അവിടെ എത്തുന്നത്, അവിടെ ആ ഒരു ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ നടത്തേണ്ട ചില അഡ്വാൻസ്ഡായിട്ട് ചെയ്യേണ്ട ജീവിതത്തിലെ നവീകരണങ്ങളുണ്ട്. ജീവിത വിശുദ്ധി പാലിക്കുക, ദൈവവചനത്തിൽ വെള്ളം ചേർക്കണം. കർത്താവിൻ്റെ വചനമൊക്കെ നമ്മുടേതായ വ്യാഖ്യാനം ചെയ്താൽ വലിയ അപകടമുണ്ടാകും. അതാണ് യാക്കോബ് ലേഖനം 3:1 പറയും, സഹോദരൻ നിങ്ങൾ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്, കൂടുതൽ കർശനമായ വിധിക്ക് നിങ്ങൾ വിധേയരാകും. ഇപ്പോൾ കൂടുതൽ കർശനമായ വിധി നമ്മൾ നേരിടും. ഇപ്പോൾ നിത്യരക്ഷയെ മുന്നിൽ കാണാതെ നമ്മൾ ഇന്നത്തെ പേര്, പെരുമ, പ്രശസ്തി ഇതിനു വേണ്ടിയാണ് നമ്മൾ കിടന്ന് ബഹളം വെക്കുന്നതെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാമോദിസ സ്വീകരിച്ച സഭയിൽ അംഗമാകുന്നതിൽ അതിൽ വലിയ അർത്ഥമൊന്നും അങ്ങനെ പോകുമ്പോൾ. അതായത് 1 കൊരിന്ത്യർ 15:19 പൗലോസ് പറയുന്ന പോലെ ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നാം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റെല്ലാവരെയും നിർഭാഗ്യരാണ്. നിർഭാഗ്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈശോ ഏറ്റു പറയുന്നത് ഇവിടെ എന്തോ നേടിയെടുക്കാൻ വേണ്ടിയും പരിശുദ്ധാത്മ വരവുള്ളവരുടെ അടുത്തേക്ക് ഓടിക്കൂടുന്നത്, നാളെ എന്നും എനിക്ക് അപ്പം വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയും എന്നും എനിക്ക് അത് കിട്ടാൻ വേണ്ടി രോഗശാന്തി, ഇതൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം നൈമിഷികമാണ്. നമ്മൾ ഇവിടെ സഹിക്കേണ്ടവരാണ്, സഹനം എടുക്കാൻ നമ്മൾ തയ്യാറാണ്, കുരിശിൻ്റെ വഴി എടുക്കണം. കാരണം നമ്മൾ ശുദ്ധീകരണം നടക്കുക. ഇവിടെ നമ്മളൊരു ഈശോയിലേക്ക് അംഗമായി തീരുന്ന നിമിഷം മുതൽ ഞാനും നിങ്ങളും ഒരു സഹനത്തിൻ്റെ പാതയായി എടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു നിരാശയോടെ, വലിയ പ്രത്യാശ. കാരണം ആ ഈശോ പോയ മാർഗത്തിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെയാണ് ഈശോ കടന്നത്. പരിശുദ്ധ അമ്മ കടന്നു പോകുന്നത് കുരിശിൻ്റെ വഴികളിലൂടെയാണല്ലോ. പത്രോസ്ലീഹ, പൗലോസ്ലീഹ ഒക്കെ നടന്നു പോകുന്ന കുരിശിൻ്റെ വഴിയിൽ. പൗലോസ്ലീഹയുടെ ശരീരത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നു. അത് ചില രോഗപീഠയായിരുന്നു, ചിലപ്പോൾ ചില പ്രലോഭനങ്ങളായിരുന്നു പോലും പറയുന്നുണ്ട്. അപ്പോൾ ആ മുള്ള് മാറാൻ വേണ്ടി, തൻ്റെ ശരീരത്തിലെ രോഗബാധ മാറാൻ വേണ്ടി 3 വട്ടം പ്രാർത്ഥിച്ചു. പിന്നെ അത് പ്രാർത്ഥന നിർത്തി. കാരണം ഈശോ നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വെളിപാടുകളുടെ ആധിക്യത്താൽ അമിതം ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി, എനിക്കൊരു അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടി, ദൈവം എന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം എൻ്റെ ശരീരത്തിൽ എനിക്ക് തന്നൊരു മുള്ളാണത്. അതെന്നെ ശുദ്ധീകരിക്കാൻ, അതുണ്ടെങ്കിലേ എനിക്ക് നിത്യജീവിതത്തിൽ പങ്കുപറ്റാനായിട്ട് പറ്റൂ. ശരിക്കും നമുക്ക് അതുകൊണ്ട് നിത്യരക്ഷയെ മുന്നിൽ കാണാതെയുള്ള നമ്മുടെ ഈ ബൈബിൾ പ്രബോധനങ്ങളും അല്ല വചന വ്യാഖ്യാനങ്ങളും വെറും സാമൂഹ്യ വ്യാഖ്യാനങ്ങൾ, സോഷ്യലൈസേഷൻ നടത്തുക, സോഷ്യലൈസ്ഡ് ആ ഒരു കാഴ്ചപ്പാട്, വെറും ഒരു സമൂഹ ജീവിതത്തിന് അല്ലെങ്കിൽ നമുക്ക് സുഖത്തിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്തും ചെയ്യും, ദൈവവചനത്തെ മുറുകെ പിടിച്ചോണം. കാരണം ഈ ഇത് വചനമാകുന്ന ഗോവണിയാണ്. അപ്പോൾ ഒരു ഗോവണിയിലൂടെയാണ് നമ്മൾ നിത്യരക്ഷ സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
അപ്പോൾ അതാണ് ഈ പൗലോസ്ലീഹായ്ക്കൊക്കെ ദൈവിക ദർശനം വരുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിൻ്റെ 14 പറയും, അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും ദ്വിതീയമാനായവനെ ദർശിക്കാനും അവൻ്റെ അതിരത്തിനുള്ള സ്വരം ശ്രദ്ധിക്കാനും നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് പറയും, നീ എഴുന്നേറ്റ് നീ മോസസിരിക്കാൻ പൗലോസ്ലീഹ വല്ല നിത്യരക്ഷയുടെ മാർഗ്ഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ബൈബിള് നിത്യരക്ഷയുടെ മാർഗ്ഗങ്ങളാണ്. അതാണ് ഈശോ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 14:5-6 വചനം പറയുമ്പോൾ, ഞാനാണ്, ഈശോ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനും അന്യലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകില്ല എന്ന് പറയുമ്പം ഈ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ് യേശു ക്രിസ്തു. ഈസ് ദ വേ. അവൻ്റെ ജീവിതമാണ് എടുക്കേണ്ടത്. ആ രീതിയിലാണ് പോകേണ്ടത്. അല്ല, അതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗപിതാവിൻ്റെ അടുത്തെത്താൻ വേണ്ടി ഉള്ള ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന് ചെങ്കടൽ കടന്ന് 40 വർഷം മരുഭൂമിയിലൂടെ കൊണ്ടുപോകും. 40 വർഷം എന്തിനാണ് മരുഭൂമി ജീവിതം? അവർ വിശുദ്ധീകരണത്തിൻ്റെ നാൾ ഒരുക്കുകയാണ്. അവരെ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ നാളുകൾ. അല്ല, അവിടെയല്ല അവർ. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ തിരുനാൾ ഈ കൂടാര തിരുനാൾ. ഈ കൂടാരങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് എപ്പോൾ വേണമെങ്കിലും അത് അടിച്ചുകൊണ്ട് പോകണം, എടുത്തുകൊണ്ട് പോകണം. കാരണം അടുത്ത് മോശ പറയും, ദൈവം പറഞ്ഞു നമുക്കിനി കുറച്ചുകൂടി ദൂരോട്ട് യാത്ര ചെയ്ത് അവിടെയാണ് കൂടാരം അടിക്കേണ്ടത്. പറയുമ്പോൾ അപ്പോഴവർ പെട്ടെന്ന് ഇവരുടെ കൂടാരം എല്ലാം കൂടി ടെൻറ്റ് ഇളക്കിയെടുത്തുകൊണ്ട് മോശ പറയുന്നിടത്തോട്ട് പോയിട്ട് വീണ്ടും കൊണ്ട് നിർത്തുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഭവനമില്ല. അതായത് നിലനിൽക്കുന്ന ഭവനം വെച്ചാൽ അത് വാഗ്ദത്ത ഭൂമി മാത്രമാണ്. അവിടെയാണ് നിലനിൽപ്പ്, ഇവിടെയല്ല. ഇവിടെ നമ്മൾ സമയവും ആയുസ്സും കളഞ്ഞ് നമ്മൾ വലിയ കെട്ടിടങ്ങൾ പണിത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അത് ഇട്ടേച്ചു പോകുന്നവരാണ്. എല്ലാവരും ഈ ഭൂമിയിലുള്ള സകലതും എന്തെല്ലാം നേട്ടങ്ങൾ നേടിയോ, പേരോ പെരുമയോ സമ്പത്തോ വലിയ സംഭവങ്ങൾ നേടിയോ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു ദിവസം മരണമെന്ന ഒരു വിളിയുടെ നിമിഷം നീ ഇത് മുഴുവൻ ഇട്ടെറിഞ്ഞിട്ട് നീ ദൈവസന്നിധിയിലേക്ക് പറന്നുയരേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് മക്കളെ, നമ്മൾ നിത്യരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ അവസാനം നമ്മൾ ഒത്തിരി നിരാശ വരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി മരണാനന്തരം അതെന്നെ എങ്ങനെ ഇത് ബാധിക്കും? ഒരു 20 വർഷം കഴിക്കുമ്പോൾ ഞാൻ ഭരിക്കാം, അല്ല 30 വർഷമായിരിക്കും, അല്ല 40 വർഷം, നമ്മൾ ഇത്ര കേട്ടെ. അപ്പോൾ ആ മരണം അല്ല അടുത്ത ആഴ്ചയായിരിക്കും, അല്ല അടുത്ത മാസമായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ മരണമെന്നൊരു ദൈവവിളി. അപ്പോൾ അത് കഴിയുമ്പോൾ ഇത്രയും നാളും ഞാൻ ചെയ്ത ഓരോ വാക്കുകളും പ്രവൃത്തികളും എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ അവിടെ എനിക്ക് കർത്താവിൻ്റെ തിരുമുഖം കാണാൻ മാത്രമുള്ള വിശുദ്ധിയും യോഗ്യതയും ഞാൻ പ്രാപിച്ചെടുത്തോ? ഈ ലോകത്തിലെ സഹനങ്ങൾ അവിടെ ഈ ലോകത്തിൽ നമ്മൾ വേറൊന്നും നേടിയെടുക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം മാത്രം നേടിയെടുത്താൽ മതി, വിശുദ്ധി മാത്രം നേടിയെടുത്താൽ മതി. വിശുദ്ധി നേടിയെടുക്കാതെ വേറെ എന്ത് നേടിയെടുത്താലും മരണാനന്തരം അതൊന്നും പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ളവർ. വിശുദ്ധി നേടിയെടുക്കാൻ വേണ്ടി സൽപ്രവർത്തികൾ ചെയ്യണം, പരോപകാര പ്രവർത്തി, വചനാധിഷ്ഠിത ജീവിതം വേണം. അതാണ് മത്തായിയുടെ സുവിശേഷം 7:21-22. കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, ഒരു സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കണ്ടോ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഈ രാജ്യത്തിൽ ഇവിടെ ഒരു പേര് ഇപ്പോൾ പലരും വരുന്നത്, ഇപ്പോൾ ജർമ്മനിക്ക് പോവുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് പോവുക, അല്ല അമേരിക്ക US പോവുക, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോവുക, മറ്റു വലിയ ജോലി. ഇതാണ് വലുതെന്ന് കരുതി അതിനുവേണ്ടി മുട്ടുമേന്ന് കൈവരിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ കാണാറുണ്ട്. സത്യത്തിൽ അവർക്ക് ഒത്തിരി തെറ്റുപറ്റുന്നു. ആരോ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ലോ, പിശാചുക്കൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ പേരും പെരുമയും അത് നേടിയില്ലെങ്കിൽ നീ തീർന്നു പോകൂടാ, നീ ഇതൊന്നുമല്ല, നീ വലിയ ആളാകേണ്ട ആളാ, നീ വലിയ ഉയരങ്ങളിരിക്കേണ്ട ആളാ, നീ വലിയ പ്രസിഡന്റുമാരാകണ്ട, നീ വലിയ CEO ആകണ്ട, നീ വലിയ കോടീശ്വരനാകണ്ട, റിച്ച് ആകണ്ട, നീ വലിയ ഗോൾഡ് ബിസിനസ്സുകാരനാണ്, നീ ഒരു പെരുമയുള്ള വലിയൊരു ഒരു കാര്യമില്ല. ദൈവം എന്താ നോക്കുന്നത്? തമ്പുരാൻ എന്താണ്? ഒരു വീടും പെരുമയും ദൈവം നോക്കുന്നത്. അതിനകത്തുള്ള ഒരു ആത്മാവിനെ മാത്രം വിശ്വസിക്കും. അത് യാക്കോബ് ലേഖനം 4:5 വചനം പറയും, വളരെ ഗൗരവമേറിയ വചനം. അതായത് അവിടെ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. അസൂയോടെ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാവിനെ മാത്രമേ ഇഷ്ടപ്പെടും. അല്ല, എനിക്കുള്ള ഒരു സാധനവും കർത്താവിന് ആവശ്യം, ഇതൊന്നും കൊണ്ട് സ്വർഗത്തിലോട്ട് കർത്താവിന് നമ്മളാരും കൊണ്ടുപോകാൻ വേണ്ട, അവിടെ ഇതിനുള്ള ആവശ്യം ഇല്ലതാനും. അതുകൊണ്ട് വചനത്തിലേക്ക് വീണ്ടും വരിക, ഒരു പ്രധാനപ്പെട്ട വചനം. അതായത് ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12, 13, 14. സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം. എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അപ്പോൾ ലോകാരൂപികരെ തലക്കറി പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈ ശിഷ്യന്മാരോട് പറയുന്നതാണ് പ്രലോഭനം. ഇതാണ് പ്രലോഭനം വെച്ചാൽ ഇവിടെ സഹനത്തെ നോ പറയുന്നതാണ്. സഹനം വേണ്ട, സുഖം മതി, സുഖമാണ് എല്ലാം എന്ന് കരുതുന്നതാണ് പ്രലോഭനം. ഇവിടെ ഒരു പേരുണ്ടാക്കിയെടുക്കുക, അതിനുവേണ്ടി ജീവിതത്തിൽ എന്തും ചെയ്യുക, ഏത് വക്രത്തിന്മ. അപ്പോൾ അതാണ് പ്രലോഭനം. ഈ ലോകത്തെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കഷ്ടപ്പാടും ബദ്ധപ്പാടും ചിന്താഗതികളും, അതാണ് പ്രലോഭനം. ആ പ്രലോഭനമാണത്തിൽ അത് പിശാചിൻ്റെ പുതിയ സംഭവങ്ങളും ഡിവൈസുകളും സുഖങ്ങളും എല്ലാം ഇട്ടൊരുക്കുക, ഭയങ്കര നേട്ടങ്ങളും, നീ ഇതിന് പോയി നേട്ടം കിട്ടും, ആ നേട്ടം ഈ നേട്ടം. പക്ഷെ ഇത് എത്ര നാളത്തേക്ക് നടക്കുന്നു? നിൻ്റെ ശ്വാസമുള്ള കാലം എത്ര നാൾക്ക് ശ്വാസമുണ്ട്? നീ ഇപ്പം തന്നെ രോഗിയാണ്, ഇപ്പം തന്നെ നീ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആയുസ്സിനെ വളച്ചെറുതേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ നിത്യജീവിതത്തെ ലക്ഷ്യമാക്കാതെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അപകടം പിടിച്ച തീരുമാനങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നിത്യരക്ഷയെ ലക്ഷ്യമാക്കി, ആത്മരക്ഷയെ ലക്ഷ്യമാക്കി നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ഹൃദയത്തിലൊരു വലിയൊരു ആഴമേറിയൊരു മാനസാന്തരത്തിൻ്റെ സംഭവമുണ്ട്. നിത്യജീവിതത്തെ മുന്നിൽ കാണാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അപകടങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെടുക്കുന്ന ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള നിത്യരക്ഷയെ, എൻ്റെ ആത്മരക്ഷ നിത്യരക്ഷയെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം ഓരോ വ്യക്തിയും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. പൗലോസ് ശ്ലീഹ കൊളോസസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മായാതെ സൂക്ഷിക്കേണ്ട വചനം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രസ്തുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ പറയാണ്, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രസ്തുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്കിനി വരാൻ പോകുന്ന ജീവിതം, നന്ന് മരിച്ച നാളെ എന്നെ കണ്ടുമുട്ടും. ഞാൻ ആരെ കണ്ടുമുട്ടിച്ചു? ഈശോയുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത നേടിയെടുക്കുക, അതിനുവേണ്ടിയുള്ള യോഗ്യത, അതാണ് ഏറ്റവും വലിയ യോഗ്യത. അപ്പോൾ അതാണ് തിരിച്ചറിവ്. അപ്പോൾ ആ അറിവിലേക്ക് കടന്നു വരും. പന്നിക്കൂട്ടിൽ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്ന, പന്നികൾക്ക് കൊടുത്തൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞിരുന്ന ധൂർത്തപുത്രൻ ഒരു ദിവസം ഒരു സുബോധം ഉണ്ടായി. ഇതല്ല ജീവിതം, ഇതല്ല ഈ പന്നികൾ കഴിക്കുന്നതും കഴിച്ചുകൊണ്ട് ഈ ലോകത്തിലെ ആ തിന്മയുടെ ലോകത്തിലെ ഞാൻ എൻ്റെ പിതാവിൻ്റെയാണ്, എൻ്റെ അപ്പൻ സ്വർഗത്തിലാണ്. അപ്പോൾ തിരിച്ചു പോവുകയാണ്. അവനെ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തിയാടിയൻ ഓടി അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം. എൻ്റെ സ്വർഗപിതാവിൻ്റെ ഭവനം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റും. അതല്ല എൻ്റെ പിതാവ്. ഗോഡ് ഈസ് മൈ ഫാദർ. ഈശോ പറയുന്നത് ഗോഡാണ് നമ്മുടെ ഫാദർ. ഈശോ പറയുന്ന ഗോഡാണ്. ഈശോ പറയുന്ന അബ്ബ. ഈശോ അബ്ബ എന്ന് വിളിക്കുക. ആ അബ്ബയാണ് യഥാർത്ഥത്തിലുള്ള അബ്ബ. ഈശോ വന്നത് പിതാവിന്ന്. ഈശോയ്ക്ക് വചനമാംസം ധരിക്കപ്പെടുന്ന അവിടെ നിന്നല്ലേ. അപ്പോൾ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുക. അതാണ് മൈ ഫാദർ. എൻ്റെ വീടതാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ളൊരു വലിയൊരു ആഗ്രഹം, കൊതി, അതിലേക്കാണ് നമ്മുടെ ആത്മീയത വളർന്നു വരേണ്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായതാണ് ഇന്ന് നമ്മൾ മുഴുവൻ പ്രവർത്തിച്ചത്. അപ്പോൾ നാളെ മരിച്ച നമ്മുടെ ആത്മാവിനുണ്ടാകാൻ പോകുന്ന ദുരന്തം, പലരെ ഓർത്ത് ഞാൻ സങ്കടപ്പെടാറുണ്ട്. പലരുടെയും ജീവിതങ്ങളും ചില പ്രബോധനങ്ങളും ചിലരുടെ വ്യാജപ്രവാചകന്മാരുടെ ഭയങ്കര ബഹളമാണെന്ന്. അപ്പോൾ അവർ ഇതൊന്നും അവരുടെ മനസ്സിൽ പോലും അവർ സൂക്ഷിക്കുന്നില്ല. അവരുടെ മൈൻഡ് അവർ എന്ത് കാണിച്ച് കുടിച്ചോ തീറ്റയോ ദൈവം നോക്കും. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടില്ല. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത്. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയും കൊളോസസ് 3-ാം അധ്യായത്തിലൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന, ദുർവ്യാസത്തെ ഇവയെല്ലാം നശിപ്പിക്കുകയും ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്നു പുതിയ മനുഷ്യനെ
ഒരു പുതിയ മനുഷ്യനെ ഈശോമിശിഹായെ ധരിക്കുക, ഒരുങ്ങിയിരിക്കുക. അവൻ്റെ വരവിന് വേണ്ടി അവൻ വിളിക്കാൻ പോകുന്നു, അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. അതാണ് നമ്മുടെ ദൈവവിളി. അത് മറന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മാറ്റിയെടുക്കണം. അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ ദൈവത്തെ അറിയാനുള്ള മാർഗ്ഗം, ദൈവം ഉണ്ടെന്നറിയാൻ എന്ന് വെച്ചുകൊണ്ട് എന്നും നമ്മൾ അതിൻ്റെ പുറകെ നടക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ അറിയുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നേരെ കുറിച്ച് ദൈവത്തെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ തന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സുഖങ്ങൾ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുക, അത് തിരിച്ചറിയാനും അതിന് ജീവിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.